ടി വി ജി, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു മതവിശ്വാസം ഇല്ലാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയുന്ന എന്നാ അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്. ഇസ്ലാം മതമുണ്ട്, ക്രിസ്തു മതമുണ്ട്, പിന്നെ ഇന്ത്യയിലെ ഒരു എല്ലാം കൂടി ചേർത്ത് നമ്മൾ ഹിന്ദു മതം ഉണ്ട് എന്ന് പറയും, ബുദ്ധമതമുണ്ട്, ജൈന മതമുണ്ട്, മതങ്ങൾ ഒരുപാട്, യഹൂദന്മാരുടെ മതമുണ്ട്. ഇതില് തമ്മിൽ ഭേദപ്പെട്ട മതം ഏതാ ചോദിച്ചാൽ ചേട്ടൻ ഏതാ പറയാ? മതം എന്ന് പറഞ്ഞു വെച്ചാൽ അഭിപ്രായം എന്നുള്ള ഒരു അർത്ഥത്തിലാണെങ്കിൽ ഞാൻ മാർക്സിസ്റ്റ് മതക്കാരനാണ്. അതേ സമയത്ത് എന്ന് പറഞ്ഞാൽ അതല്ല, പരലോകാധിഷ്ഠിതമായിട്ടുള്ള മരണാനന്തര ജീവിതമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മതങ്ങളാണെങ്കിൽ അത് ഒന്നും ഞാൻ അംഗീകരിക്കുന്നതല്ല. അതിൽ തമ്മിൽ ഭേദം ഏതാന്ന് ചോദിച്ചാൽ പിന്നെ തമ്മിൽ ഭേദം ഏത് എന്ന് ചോദിച്ചാൽ ഇന്ന് നിലവിലുള്ളതല്ല, ദാർശനികമായിട്ടാണെങ്കിൽ ബുദ്ധമതം ആണ് കുറേയും കൂടി അംഗീകരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അംബേദ്കർ അവസാനം ബുദ്ധമതത്തിലേക്ക് പോയത്. അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. കാരണം വെച്ചാൽ ഒരാള്, ഞാനിപ്പം എന്താ വെച്ചാൽ ഇപ്പം ഇന്നെ ഇവിടെ അറിയപ്പെടുന്നത് എല്ലാവരും ഹിന്ദു ആയിട്ടാണ്. ഞാൻ മതം മാറാതെ ഒരു മതവും അംഗീകരിക്കാതെ നിൽക്കുമ്പോഴും ആൾക്കാർ അവിടെ തന്നെയാണ് നിൽക്കുക. അതേസമയത്ത് ഞാൻ മറ്റൊരു മതത്തിലേക്ക് ചേർന്നാൽ മാത്രമേ ഉണ്ടാവുള്ളൂ അവൻ വേറൊരു മതക്കാരനാണ് എന്ന് പറയാം. അപ്പൊ ഞാൻ മാർക്സിസ്റ്റ് മതക്കാരനാന്ന് പറഞ്ഞാലൊന്നും ആരും എന്റെ മതമായിട്ട് അംഗീകരിക്കൂല. അപ്പൊ അങ്ങനത്തെ ഒരു ഗതികേട് വന്ന സമയത്ത് ആണ് ഉള്ളതിൽ ഭേദപ്പെട്ട മതം എന്നുള്ള എനിക്ക് അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചത്.